ഈ സിനിമയിലും സിനിമാക്കാരും എന്ന് പറയുന്നത് മൊത്തത്തിലൊരു 5000 അല്ലെങ്കിൽ 10,000 പേര് ഈ സിനിമാ ഫെറ്റേണിറ്റിയിൽ ഉള്ള നടനായാലും നടികളായാലും പ്രൊഡ്യൂസർ എല്ലാവരും ഒക്കെ ഉണ്ട്. അപ്പോൾ എല്ലായിടത്തും ഒരു അന്തിച്ചർച്ചാ വിഷയമായിരുന്നു ഗുഡ്വിൽ എൻ്റർടൈൻമെൻറ്റ്സ് ചെയ്യുന്ന പടങ്ങളെല്ലാം വിജയിക്കുന്നു എന്നുള്ളതൊരു ഉണ്ടായിരുന്നു. സന്തോഷം കൊണ്ടോ ഈ നെഗറ്റീവ് എനർജി കണ്ണ് കിട്ടുക എന്നൊക്കെ പറയുകയില്ലേ, കണ്ണ് കിട്ടുക എന്ന് പറയുന്നത് സത്യത്തിൽ അവർ സന്തോഷം കൊണ്ടാണ് പറയുന്നത്. എടാ നിൻ്റെ ഷർട്ട് കൊള്ളാലോ, നിൻ്റെ വീട് കൊള്ളാലോ, നിൻ്റെ കാറ് കൊള്ളാലോ എന്ന് പറയുമ്പോൾ ഞാൻ വായനയിൽ കിട്ടിയ ഒരു വെച്ചാൽ നമ്മൾക്ക് ചുറ്റും ഒരു നെഗറ്റീവ് ഓറയുണ്ട്. ഇവരിത് പറയുമ്പോൾ ഈ നെഗറ്റീവ് ഓറ കേൾക്കുമ്പോൾ ആ നെഗറ്റീവ് ഓറ അത് കേട്ട് പരിഭ്രാന്തരായി നമ്മളുടെ ദേഹത്തോട്ട് ആവാഹിക്കപ്പെടുമ്പോഴാണ് ഈ നെഗറ്റീവ് എനർജി നമ്മളിൽ വരുന്നതെന്നാണ് ഞാൻ കേട്ടിരിക്കുന്നത്. ഇതൊന്നും എനിക്കറിയത്തില്ല, ഇതൊക്കെ ഞാൻ കേട്ടാ. അപ്പോൾ എന്ന് പറഞ്ഞ പോലെ ഒരു അന്തിച്ചർച്ചയിൽ ആളുകൾ എപ്പോഴും പറയുന്നൊരു കാര്യമായിരുന്നു, ജോബി ജോർജ് സിനിമ ചെയ്താൽ അല്ലെങ്കിൽ ജോബി ജോർജിൻ്റെ ഗുഡ്വില്ലുമായി അസോസിയേറ്റ് ചെയ്യുമ്പോഴൊക്കെ പണം കിട്ടുമെന്നൊരു ചർച്ചയുണ്ടായിരുന്നു. അവർക്ക് ആഘോഷിക്കാൻ വേണ്ടി എനിക്ക് പറയാം, വലതുവശത്തെ കള്ളൻ നമ്മളുടെ ആദ്യത്തെ നഷ്ട സിനിമയാണ്.